ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മനോരഥങ്ങൾ എന്ന സീരീസിന്റെ മൂന്നാമത്തെ സ്റ്റോറിയാണ്. ഈ സ്റ്റോറിയുടെ പേര് കാഴ്ച എന്നാണ്. മദ്രാസിൽ ജോലി ചെയ്യുന്ന സുധ എന്ന പെൺകുട്ടിയാകട്ടെ പെട്ടെന്ന് ലീവ് കിട്ടിയ കാരണം അവളുടെ നാട്ടിലേക്ക് പോവുകയാണ്. അവൾ റെയിൽവേ സ്റ്റേഷനിലുള്ള ഒരു കോളിംഗ് ബൂത്തിൽ നിന്നും തന്റെ ഹസ്ബൻഡിനെ വിളിച്ച് പറയുന്നുണ്ട് ബർത്ത് കൺഫേം ആയെന്നും ഞാൻ നാട്ടിലേക്ക് പോവുകയാണെന്നും. അവളും ഹസ്ബൻഡുമായിട്ട് അത്ര രസത്തിലല്ല എന്ന് അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാകും. സുധ നന്നായിട്ട് പാട്ട് പാടുമായിരുന്നു. കച്ചേരിയാണ് അവൾ കൂടുതലും ചെയ്തുകൊണ്ടിരുന്നത്. കച്ചേരി പാടാൻ വേണ്ടിയിട്ട് അവൾക്ക് സ്വന്തമായിട്ട് ട്രൂപ്പ് കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ സുധ നാട്ടിലെത്തുന്നുണ്ട്. സുധയുടെ വീട്ടിൽ അമ്മയും അമ്മയുടെ സഹായത്തിനായിട്ടൊരു പെൺകുട്ടിയുമാണ് ഉള്ളത്. വീട്ടിലെത്തി ഒന്ന് ഫ്രഷ് ഒക്കെ ആയ ശേഷം അവൾ കുളക്കടവിലേക്ക് പോയിരിക്കുകയായിരുന്നു. അവളുടെ അമ്മ അവളോട് വന്ന് ചോദിക്കുന്നുണ്ട് ആൾക്കാർ പറയുന്ന കാര്യമൊക്കെ സത്യമാണോ എന്ന്. എന്താണെന്ന് അവൾ ചോദിക്കുന്നു. നീയും നിന്റെ ഹസ്ബൻഡ് പ്രഭാകരനും തമ്മിൽ ഡിവോഴ്സ് ആകാൻ പോവുകയാണെന്ന് പലരും പറഞ്ഞു കേട്ടു. പിരിയാൻ വേണ്ടി മാത്രം പ്രശ്നം നിങ്ങൾക്കിടയിലുണ്ടോ എന്ന് അവർ ചോദിക്കുന്നുണ്ട്. ഒത്തുപോകാൻ പറ്റാത്ത സ്ഥിതിക്ക് പിരിയുന്നത് തന്നെയാണ് നല്ലതെന്ന് അവൾ പറയുന്നു. കുറെയൊക്കെ താൻ സഹിച്ചു, ഇനിയും സഹിക്കാൻ തനിക്ക് കഴിയില്ല, അതുകൊണ്ട് പിരിയാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. അവളുടെ അമ്മ അവളെ പറഞ്ഞ് ഉപദേശിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവൾ അവളുടെ തീരുമാനത്തിൽ നിന്നും മാറാൻ തയ്യാറല്ലായിരുന്നു. രാത്രിയായപ്പോ അവളുടെ അമ്മ വീണ്ടും അവളുടെ ഹസ്ബൻഡിനെ പറ്റി ചോദിക്കുന്നുണ്ട്. പ്രഭാകരൻ എന്നാണ് അയാളുടെ പേര്. ഈ സമയത്തൊക്കെ അവൻ വീട്ടിലെത്താറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നു ചിലപ്പോഴൊക്കെ വരും, ചിലപ്പം ക്ലബ്ബിൽ ഫ്രണ്ട്സിന്റെ കൂടെ റമ്മികളെയും മദ്യപാനവും ഒക്കെ ആവും. പിറ്റേന്ന് അവൾ പുറത്തിരിക്കാൻ നേരത്ത് അവിടെ കുറച്ച് കാട്ടുകോഴികളും കുഞ്ഞുങ്ങളും വരുന്നുണ്ട്. അവൾ അതിനെ നോക്കിയിരിക്കാൻ നേരം അവളുടെ അമ്മ അവളോട് പറയുന്നുണ്ട് ചോലയില് അവളുടെ വല്യമ്മ കുറേയായിട്ട് അവളെ അന്വേഷിക്കുന്നുണ്ട്, പോകുന്നതിന് മുൻപ് അവരെ ഒന്ന് പോയി കാണണമെന്ന്. അന്ന് അവള് വന്നതറിഞ്ഞിട്ട് അവളുടെ വീട്ടിലേക്ക് അവളുടെ കുറെ ബന്ധുക്കളായ സ്ത്രീകൾ വരുന്നുണ്ട്. അവരെല്ലാവരും അവള് ഡിവോഴ്സ് ചെയ്യാൻ പോകുന്ന കാര്യം അറിഞ്ഞിട്ടാണ് വന്നത്. വന്ന ഉടനെ എല്ലാവരും അവളെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് എന്തൊക്കെ കാണിച്ചാലും കുറച്ച് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്ത് ജീവിക്കണം, അല്ലാതെ എടുത്തു ചാടി ഇങ്ങനെ ബന്ധം വേർപെടുത്തുകയല്ല വേണ്ടത്. അതുകൊണ്ട് മോൾ ഒന്നുകൂടി ആലോചിച്ച് തീരുമാനിച്ചാൽ മതിയെന്ന് അവർ പറയുന്നു. തനിക്കിനി ആലോചിക്കാൻ ഒന്നും തന്നെ ഇല്ലാന്ന് അവൾ തിരിച്ചു പറഞ്ഞപ്പോൾ അവർക്കത് ഇഷ്ടപ്പെടുന്നില്ല. അവർ ദേഷ്യത്തിൽ അവിടെ നിന്നും പോവുകയാണ്. കുറച്ചു കഴിഞ്ഞ് അവൾ തന്റെ അലമാരയിൽ പഴയ ബുക്കും പുസ്തകവും ഒക്കെ നോക്കുകയായിരുന്നു. താൻ സംഗീതം പഠിക്കുന്ന സമയത്ത് തന്നെ പഠിപ്പിച്ച ടീച്ചർ പറഞ്ഞു തന്ന ഒരുപാട് പാട്ടുകൾ അവളുടെ ആ ബുക്കിലുണ്ടായിരുന്നു. റൂം വൃത്തിയാക്കിയപ്പോൾ അതൊക്കെ എവിടെയോ മാറ്റിവെച്ചു എന്നാണ് അവളുടെ അമ്മ പറയുന്നത്. അവൾ ആകെ സങ്കടത്തിലായി. തനിക്ക് കച്ചേരിക്ക് പാടാൻ ആ പാട്ടുകൾ വേണമെന്ന് അവൾ പറയുന്നുണ്ടായിരുന്നു. ഇത് കേട്ട് അവളുടെ അമ്മ പറയുന്നുണ്ട് നീ ഇപ്പോഴും ഈ പാട്ടും കൂത്തും ഒക്കെ ആയിട്ട് നടക്കുന്നത് കാരണമായിരിക്കും നിന്റെ ഹസ്ബൻഡുമായിട്ട് ഇത്രയും പ്രശ്നങ്ങളെന്ന്. അത്രയും പറഞ്ഞിട്ട് അവളുടെ അമ്മ ദേഷ്യത്തിൽ അവിടെ നിന്നും പോകുന്നു. അന്ന് വൈകുന്നേരം അവൾ അമ്പലത്തിൽ പോകാൻ നേരത്ത് അവളുടെ ഒരു പഴയ കൂട്ടുകാരിയെ കാണുന്നുണ്ട്. ആ കൂട്ടുകാരിയും അവളോട് ചോദിക്കുന്നത് അവൾ ഡിവോഴ്സ് ആകാൻ പോകുന്ന കാര്യത്തെ പറ്റിയായിരുന്നു. അവളുടെ കൂട്ടുകാരി പറയുന്നുണ്ട് തന്റെ അനുഭവത്തിൽ നിന്ന് പറയുക നീ വേർപിരിയാതിരിക്കുന്നത് തന്നെ നല്ലത്. അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുമെങ്കിൽ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ പോവുക. നിങ്ങൾക്കിടയിലെ ഏറ്റവും വലിയ പ്രശ്നം ഒരു കുട്ടിയില്ലാത്തതാണ്. 5 വർഷമായില്ലേ കല്യാണം കഴിഞ്ഞിട്ട്. ഒരു കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ മനസ്സിൽ വേണ്ടാത്ത ചിന്താഗതി ഒന്നും തന്നെ തോന്നില്ലായിരുന്നു. ഞാനും എന്റെ ഹസ്ബൻഡും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ മകളെ ഓർത്ത് ഞങ്ങൾ അതങ്ങ് ക്ഷമിക്കും. അവൾക്ക് വേണ്ടി ആ പ്രശ്നങ്ങളെല്ലാം ഞങ്ങൾ അവസാനിപ്പിക്കും. ഒരു കുട്ടിയുണ്ടെങ്കിൽ നിങ്ങൾക്കിടയിൽ ഈ ഡിവോഴ്സിന്റെ ചിന്താഗതിയെ വരില്ല എന്നും അതുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാനുമാണ് അവളുടെ കൂട്ടുകാരി അവളെ ഉപദേശിക്കുന്നത്. അവൾ ഇടയ്ക്ക് കവലയിലേക്ക് പോയിട്ട് ആരെയോ ഫോൺ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അന്ന് രാത്രി അവൾ വീണ്ടും തന്റെ പെട്ടികൾ പരിശോധിക്കുമ്പോൾ അവൾ അന്വേഷിച്ചുകൊണ്ടിരുന്ന ആ പാഠപുസ്തകം അവൾക്ക് കിട്ടി. അത് കണ്ടതും അവൾ ഒരുപാട് സന്തോഷിച്ചു. ഇനി ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. അവളും അവളുടെ ഹസ്ബൻഡും മദ്രാസിൽ ഒരുമിച്ച് താമസിച്ചിരുന്ന ദിവസങ്ങള്. അവൾ ജോലിയൊക്കെ കഴിഞ്ഞ് കച്ചേരിയുടെ പ്രാക്ടീസും കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്. അവളുടെ ഹസ്ബൻഡ് എവിടെയോ ഒരു മീറ്റിംഗിന് പോയിരിക്കും. അർദ്ധരാത്രി ആയപ്പോൾ അയാൾ കയറി വരുന്നുണ്ട്. മീറ്റിംഗ് ഒന്നും നല്ല രീതിയിൽ നടന്നിട്ടില്ല. കുറച്ച് നാളായിട്ട് അവരുടെ കമ്പനിയിൽ സ്ട്രൈക്ക് നടക്കുകയായിരുന്നു. അന്ന ഉടനെ ഡ്രസ്സ് പോലും മാറാതെ അയാൾ വീണ്ടും മദ്യപിക്കാനിരിക്കുകയാണ്. സുധയോട് പോയി കിടന്നുറങ്ങാൻ പറയുന്നു. അവൾക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. സമയം ഒരുപാടായില്ലേ, ഇനിയെങ്കിലും നിർത്തിയിട്ട് വന്ന് കിടന്നുറങ്ങിക്കൂടെ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. അയാൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ വീണ്ടും മദ്യപിച്ചുകൊണ്ടേയിരുന്നു. അവളുടെ കച്ചേരി ടിവിയിൽ സംപ്രേഷണം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റി അവൾ പറയുന്നുണ്ട്. അയാൾ അത് കേട്ട് ചിരിച്ചുകൊണ്ട് പറയുന്നു ഇനിയിപ്പോ നിന്നെ TV ഫെയിം എന്ന് കൂടി അറിയപ്പെടുമല്ലോ എന്ന്. അവളുടെ പാട്ടില് അയാൾ ഒരു താല്പര്യവും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. പിറ്റേന്ന് ഓഫീസിലെത്തിയ അവളാകട്ടെ തന്റെ കൊളീഗിനോട് ചോദിക്കുന്നുണ്ട് തങ്ങൾക്ക് റിഹേഴ്സൽ ചെയ്യാൻ പറ്റിയ ഏതെങ്കിലും സ്ഥലം ഉണ്ടോ എന്ന്. അങ്ങനെ അവളുടെ കൊളീഗ് പറയുന്നുണ്ട് അവർക്കറിയാവുന്ന ഒരു സ്ഥലം ഉണ്ടെന്നും ഒരാളുടെ തറവാട് വീടാണെന്നും അതിന്റെ താഴത്തെ റൂമാണ് ഇതുപോലെ മ്യൂസിക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർക്ക് ഒഴിച്ചിട്ടിരിക്കുന്നതെന്നും. അങ്ങനെ അവള് ആ സ്ഥലം കാണാൻ വേണ്ടി പോകുന്നു. വിശ്വനാഥൻ എന്ന് പറയുന്ന ഒരാളുടെ സ്ഥലമായിരുന്നു അത്. അയാൾക്ക് മ്യൂസിക്കിലൊക്കെ ഒരുപാട് താല്പര്യമുണ്ട്. അയാൾ നന്നായിട്ട് പാട്ട് പാടുമായിരുന്നു. ആ സ്ഥലമെല്ലാം തന്നെ സുധയ്ക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ആഴ്ചയിൽ 2-3 മണിക്കൂർ മാത്രമേ തങ്ങൾ പ്രാക്ടീസിന് വരൂ എന്ന് അവൾ പറയുന്നുണ്ട്. അങ്ങനെ അവൾ ആ സ്ഥലത്തിന് ഓക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നു. പിറ്റേന്ന് മുതൽ സുധയും കൂട്ടരും അവിടെ ഇരുന്നാണ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. അവളുടെ പാട്ട് കേട്ടിട്ട് ശരിക്കും വിശ്വനാഥൻ അവളിൽ നന്നായിട്ട് ഇംപ്രസ് ആയിരുന്നു. അവൾ ആ പാടിയ പാട്ടിന്റെ അതേ രാഗത്തിൽ തന്നെ മറ്റൊരു പാട്ടുകൂടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അയാൾ അത് പാടി
കേൾപ്പിക്കുന്നു. സുധ ആ പാട്ടിൽ മുഴുകിയിരിക്കുകയായിരുന്നു. ബാക്കി എല്ലാവരും പോയിട്ടും അവർ രണ്ടുപേരും സംഗീതത്തെ പറ്റിയൊക്കെ ഒരുപാട് നേരം സംസാരിച്ചു കൊണ്ടേയിരുന്നു. അയാൾ ആ വീട്ടിലുണ്ടായിരുന്ന ചിത്രങ്ങളും സാധനങ്ങളും എല്ലാം തന്നെ സുധയ്ക്ക് കാട്ടിക്കൊടുക്കുന്നുണ്ട്. സംഗീതത്തെ അടുത്തറിയാവുന്ന രണ്ട് വ്യക്തികൾ എന്ന നിലയ്ക്ക് അവർ പെട്ടെന്ന് വളരെയധികം അടുക്കുന്നു. അന്ന് വീട്ടിലെത്തിയ അവള് നോക്കുമ്പോഴാകട്ടെ അവളുടെ ഹസ്ബൻഡ് തന്റെ കൂട്ടുകാരുമായിട്ട് ചേർന്ന് വീട്ടിലിരുന്ന് മദ്യപിക്കുകയായിരുന്നു. അവള് കച്ചേരി നടത്തുന്നവരൊക്കെ മനസ്സിലാക്കി അവളുടെ ഹസ്ബൻഡിന്റെ കൂട്ടുകാരാകട്ടെ അവര് മദ്യപിക്കുന്ന സ്ഥലത്ത് വന്നിരുന്ന് അവളോട് പാട്ട് പാടാനും ആവശ്യപ്പെടുന്നുണ്ട്. ഇതെല്ലാം കേട്ട് ദേഷ്യം വന്ന് അവൾ റൂമിൽ തന്നെ പോയി ഇരിക്കുകയായിരുന്നു. പിറ്റേന്ന് രാവിലെ അവള് ഹസ്ബൻഡിനോട് പറയുന്നുണ്ട് താഴത്തെ മാമി വാടക ചോദിച്ചിരുന്നുവെന്ന്. 2 മാസത്തെ കൊടുക്കാനുണ്ട്. എന്നാൽ അയാള് പറയുന്നു തന്റെ കയ്യിലില്ല, ഇത്തവണയും നീ തന്നെ കൊടുക്കാൻ. എന്നാൽ ഇതിനു മുൻപും താൻ തന്നെയാണ് കൊടുത്തതെന്ന് അവള് പറയുന്നു. എനിക്ക് ഇത്തവണയെങ്കിലും നാട്ടിലേക്ക് അമ്മയ്ക്ക് ക്യാഷ് അയക്കണം. കഴിഞ്ഞ തവണ അമ്മയ്ക്ക് അയക്കാൻ വെച്ചിരുന്ന ക്യാഷും കൂടി ചേർത്തിട്ടാണ് വാടക കൊടുത്തത്. അമ്മയ്ക്ക് ക്യാഷ് അയക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് അയാൾ ചോദിക്കുന്നുണ്ട്. അമ്മയ്ക്ക് ക്യാഷ് അയച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, എന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ അയച്ചു കൊടുക്കുന്നത്. തൽക്കാലം എവിടെ നിന്നും ക്യാഷ് ഒപ്പിച്ച് വാടക കൊടുക്കാനാണ് അവൾ ആവശ്യപ്പെടുന്നത്. എന്നാൽ എനിക്കതിനൊന്നും പറ്റില്ല എന്ന് തന്നെയാണ് അയാൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അവള് പിറ്റേന്ന് വിശ്വനാഥനെ കാണുമ്പോൾ അയാളോട് ഒരു കാര്യം ആവശ്യപ്പെടുന്നു. അവർ റിഹേഴ്സൽ ചെയ്യുന്ന വീടിന്റെ മുകളിൽ ഒരു റൂം ഒഴിവുണ്ടെന്ന് അവൾക്കറിയാം. ആ റൂം തനിക്ക് വാടകയ്ക്ക് തരുമോ എന്ന് അയാളോട് അവൾ ചോദിക്കുന്നുണ്ട്. ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊരു ഡിസിഷൻ എടുക്കണമെന്ന് അയാൾ ചോദിക്കുന്നു. എന്നാൽ അതിന്റെ ആവശ്യമുണ്ടെന്ന് തന്നെയാണ് അവൾ പറയുന്നത്. ഒരു പെണ്ണിന് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ആദ്യം സ്വന്തമായിട്ട് കുറച്ച് സമ്പാദ്യം വേണം, പിന്നെ സ്വന്തമായിട്ട് ഒരു മുറിയും. സമ്പാദ്യം അത്യാവശ്യം എന്റെ കയ്യിലുണ്ട്, റൂം നിങ്ങൾ വിചാരിച്ചാൽ നടക്കുമെന്ന് അവൾ പറയുന്നു. ഇത് കേട്ട് വിശ്വനാഥൻ ചിരിക്കുന്നു. അങ്ങനെ ഫ്ലാഷ് ബാക്ക് അവിടെ തീർന്ന് വീണ്ടും പ്രസന്റിലേക്ക് വരികയാണ്. അമ്മ പറഞ്ഞ പ്രകാരം അവൾ ചോലയിലുള്ള വല്യമ്മയെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. കണ്ണ് തീരെ കാണാത്ത സ്ത്രീയായിരുന്നു അത്. എന്നാൽ ചെവി നന്നായിട്ട് കേൾക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. അവളോട് കുറെ നേരം അവളുടെ വിശേഷങ്ങളെല്ലാം ചോദിച്ചിരിക്കുന്നു. അതിനുശേഷം അവരും അവളുടെ ഡിവോഴ്സിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. പക്ഷെ മറ്റെല്ലാവരും പറഞ്ഞ പോലെ ആയിരുന്നില്ല അവര് പറഞ്ഞത്. നിനക്ക് താല്പര്യമില്ലെങ്കിൽ ഒഴിഞ്ഞു പോകുന്നത് തന്നെയാണ് നല്ലത്. ഇഷ്ടമില്ലാത്ത ബന്ധത്തിൽ കടിച്ചു തൂങ്ങി നിന്ന് കഴിഞ്ഞാൽ നീ നിന്റെ ജീവിതം വെറുത്തു പോകും. മാത്രമല്ല ഇപ്പൊ നിന്റെ മനസ്സിൽ ഇഷ്ടപ്പെട്ടൊരു വ്യക്തി കൂടിയുണ്ട്. അയാൾ നിനക്ക് ചേരുന്ന ആള് തന്നെയാണെങ്കിൽ അയാളുമായിട്ട് നീ മുന്നോട്ട് പോകുന്നത് തന്നെയാണ് നല്ലതെന്നും അവർ പറയുന്നു. അവരുടെ ആ മോട്ടിവേഷനൊക്കെ കേട്ടപ്പോൾ അവൾക്ക് കൂടുതൽ ആശ്വാസമാണ് തോന്നിയത്. അവിടെ നിന്നും അവൾ നേരെ പോകുന്നത് ബൂത്തിലേക്കായിരുന്നു. അവൾ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാൻ ശ്രമിച്ചതും വിശ്വനാഥനെയായിരുന്നു. ഇതുവരെയും കിട്ടുന്നുണ്ടായിരുന്നില്ല. വിശ്വനാഥനെ വിളിച്ചിട്ട് അവൾ പറയുന്നുണ്ട് താൻ നാട്ടിലേക്ക് വന്നതാണെന്നും അതുകൊണ്ടാണ് 2 ദിവസമായിട്ട് പ്രാക്ടീസിന് വരാത്തതെന്നും. അന്ന് പ്രാക്ടീസിന് വന്ന സമയത്ത് അയാൾ പാടിയ പാട്ട് പോലെ ഒരു പാട്ട് താൻ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടെന്ന് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പാട്ടിന് വേണ്ടിയിട്ടായിരുന്നു അവൾ ആ പുസ്തകങ്ങളെല്ലാം തന്നെ തപ്പിയെടുത്തുകൊണ്ടിരുന്നത്. അന്വേഷിച്ച പുസ്തകം തനിക്ക് കിട്ടിയെന്നും വരുമ്പോൾ തന്നെ ആ പാട്ട് പാടി കേൾപ്പിക്കാമെന്നും അവൾ പറയുന്നു. അയാളും ഇത് കേട്ട് ഒരുപാട് ഹാപ്പിയായി. അങ്ങനെ സന്തോഷത്തോടെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന സുധയെ കാണിച്ചുകൊണ്ട് കാഴ്ച എന്ന ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. 4ാമത്തെ സ്റ്റോറിയുടെ പേര് ശിലാലിഖിതം എന്നാണ്. ആർക്കിയോളജിക് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ഗോപാലൻകുട്ടിയാണ് കാണിക്കുന്നത്. അയാളുടെ വൈഫിന്റെ പേര് സരള എന്നാണ്. അവർക്ക് 2 മക്കളുണ്ട്, രേണുവും ബാബുവും. ഈ അടുത്തിടെ തന്റെ നാട്ടില് ഒരു ശിലാലിഖിതം കണ്ടുവെന്ന് ഗോപാലൻകുട്ടിക്ക് അറിവ് കിട്ടി. അതുകൊണ്ട് അതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടി അയാൾ നാട്ടിലേക്ക് പോകാനിരിക്കുകയാണ്. നാട്ടിലേക്ക് പോകുന്ന സ്ഥിതിക്ക് തറവാട് വിൽക്കുന്ന കാര്യത്തെക്കുറിച്ച് അമ്മയോട് സംസാരിക്കണമെന്ന് അയാളുടെ വൈഫ് അയാളോട് പറയുന്നു. സരളയ്ക്ക് ഇവിടെ കുറെ വസ്തുവുണ്ട്. അവിടെ ഒരു വീട് വെക്കണമെങ്കിൽ അവർക്ക് അത്യാവശ്യം നല്ല ക്യാഷിന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഗോപന്റെ തറവാട് വീട് വിറ്റ് കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന കാശിന് ഇവർക്ക് ഇവിടെ വീട് വെക്കാമായിരുന്നു. അമ്മയോട് സംസാരിക്കാമെന്ന് ഗോപാലൻ ഉറപ്പു കൊടുക്കുന്നു. നാട്ടിലേക്ക് പോകുന്ന സ്ഥിതിക്ക് താനും കൂടി വരുമെന്ന് പറഞ്ഞിട്ട് രേണുവും അയാളുടെ കൂടെ നാട്ടിലേക്ക് യാത്ര തിരിക്കുകയാണ്. നാട്ടിലെത്തിയുടനെ ആ കണ്ടെത്തിയ ശിലാലിഖിതം എല്ലാം തന്നെ ഗോപൻ പരിശോധിക്കുന്നുണ്ട്. ഇതിനിയിപ്പോ അറിയപ്പെടുന്ന ഒരു പ്രദേശമായി മാറുമെന്നും അതുകൊണ്ട് ഇവിടെയെല്ലാം തന്നെ വൃത്തിയാക്കാനും അവിടെയുള്ള ആൾക്കാരോട് അയാൾ പറയുന്നു. അയാൾ വീട്ടിലേക്ക് ചെല്ലുന്നു. അവിടെ അയാളുടെ അമ്മ മാളുവമ്മയും അവരെ സഹായിക്കുന്ന കുറുമ്പ എന്ന സ്ത്രീയുമാണ് ഉണ്ടായിരുന്നത്. മകനും കൊച്ചുമകളും വന്നതിൽ അവർ ഒരുപാട് സന്തോഷവതിയായിരുന്നു. രാത്രി ആഹാരമെല്ലാം കഴിച്ച ശേഷം അവരെല്ലാം ഉറങ്ങുന്നു. പിറ്റേന്ന് രാവിലെ അമ്മ കിണറ്റിൽ നിന്നും വെള്ളം കോരുന്ന കണ്ടിട്ട് ഗോപൻ ചോദിക്കുന്നുണ്ട് ഇവിടെ ഉണ്ടായിരുന്ന വെള്ളം കോരുന്ന കപ്പ എവിടെയെന്ന്. എന്നാൽ അത് കേടായിട്ട് കുറെ നാളായി എന്ന് അവര് പറയുന്നു. നന്നാക്കാൻ ഒരാളെ വിളിച്ചതാ, ആരെയും കിട്ടുന്നില്ല. അത് കേട്ടപ്പോ ഗോപനും ദേഷ്യം വന്നു. ഒരു പണിയുമില്ലാതെ ഈ നാട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ട്, ഒരു ആവശ്യത്തിന് വിളിച്ചു കഴിഞ്ഞാൽ ആരും വരില്ല. അതുകൊണ്ട് ഈ നാട്ടിൽ നിൽക്കാൻ തന്നെ തനിക്ക് ഇഷ്ടമല്ലാത്തതെന്നും അവൻ പറയുന്നു. അങ്ങനെ ആഹാരമൊക്കെ കഴിച്ച് കുറച്ചു കഴിയുമ്പോഴാകട്ടെ ഗോപന്റെ ഒരു മാമൻ അവിടേക്ക് വരുന്നു. അയാൾ വന്നിട്ട് പറയുന്നുണ്ട് നമ്മുടെ നാരായണിയുടെ മകൾ പത്മാവതി അവിടെ വിഷം കുടിച്ചിട്ട് ബോധമില്ലാതെ വയലിൽ കിടപ്പുണ്ടെന്ന്. അത് കേട്ടപ്പോൾ ഗോപനും ഒന്ന് ഞെട്ടി. ഈ നാരായണിയെ ഗോപൻ ഒരുപാട് ഇഷ്ടമായിരുന്നു. പണ്ട് ഗോപന് കല്യാണം കഴിക്കാനും താല്പര്യമുണ്ടായിരുന്നു. എന്നാൽ അന്ന് വീട്ടുകാരെല്ലാം എതിർത്തിട്ടാണ് നാരായണിയെ വിവാഹം കഴിക്കാൻ പറ്റാതെ പോയത്. ഇപ്പോൾ അവളുടെ മകൾക്കാണ് ഇങ്ങനെയൊരു സ്ഥിതി വന്നിരിക്കുന്നത്. ആ പെണ്ണിന് 3 മാസം വയറ്റിലുണ്ടെന്നാണ് ആൾക്കാർ പറയുന്നത്. അങ്ങനെ വിഷം കഴിച്ച് വഴിയിൽ കിടക്കുന്ന ആ പെണ്ണിനെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോലും ആരും ഉണ്ടായിരുന്നില്ല. ആ ഭാഗത്തേക്ക് പോലും ആരും തിരിഞ്ഞു നോക്കിയില്ല. എല്ലാവരും മുകളിൽ നിന്ന് കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുക.
നിൽക്കുകയാണ്. ഇതെല്ലാം രേണുവും കേൾക്കുന്നുണ്ടായിരുന്നു. മകൾ അങ്ങനെ കിടക്കുന്ന വിവരം നാരായണിയെ അറിയിച്ചപ്പോൾ അവിടെയെങ്ങാനും കിടക്കട്ടെ എന്ന് തന്നെയാണ് നാരായണിയും പറഞ്ഞത്. ഈ നാരായണിയും അവരുടെ മകളും എല്ലാം തന്നെ പറഞ്ഞു വരുമ്പോൾ ഗോപന്റെ റിലേറ്റീവ്സ് ആയിട്ട് വരും. കുറച്ചു കഴിഞ്ഞ് തന്റെ വല്യമ്മയുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഗോപനും രേണുവും പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. വഴിയിൽ വെച്ച് ആൾക്കാർ വന്നിട്ട് ഗോപനോട് നാരായണിയുടെ മകളുടെ കാര്യം പറയുന്നു. എന്താ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാർ പറയുന്ന പോലെ ഞങ്ങൾ ചെയ്യാമെന്നാണ് അവർ പറയുന്നത്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകാം. എന്നാൽ ഗോപൻ എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. എനിക്കൊന്നും അറിയില്ല, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് അയാൾ അവിടെ നിന്നും പോകുന്നത്. വിഷം കഴിച്ചെങ്കിലും മരിച്ചിട്ടുണ്ടായിരുന്നില്ല, അനക്കമുണ്ടായിരുന്നു. ഇപ്പോഴും ദീർഘശ്വാസം എടുക്കുന്നത് കേൾക്കാം. വല്യമ്മയുടെ വീട്ടിൽ പോയപ്പോഴും എല്ലാവരും ഈ നാരായണിയുടെയും മകളുടെയും കാര്യമാണ് പറയുന്നത്. ഗോപൻ അവിടെയും അധികം നേരം ഇരിക്കാൻ തോന്നിയില്ല. അയാൾ അവിടെ നിന്നും തിരിച്ചിറങ്ങി പോകുന്ന വഴിക്ക് രേണു പറയുന്നുണ്ട് താനൊന്ന് നോക്കിയിട്ട് വരാമെന്ന്. ആൾക്കാരെ ആരെയും തന്നെ കാണുന്നില്ല എന്ന്. അങ്ങനെ അവള് ചെന്ന് നോക്കുമ്പോൾ ആ പെൺകുട്ടി അപ്പോഴും അവിടെ തന്നെ കിടപ്പുണ്ടായിരുന്നു. പെൺകുട്ടിക്ക് അനക്കവുമുണ്ട്. അവള് ഗോപനെയും വിളിച്ചുകൊണ്ടുവന്ന് കാണിക്കുന്നു. നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലൊന്ന് ചോദിക്കുന്നുണ്ട് അവൾ. നീ അതൊന്നും നോക്കാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഗോപൻ രേണുവിനെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ്. വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോഴും അവിടെ ഒരുപാട് ആൾക്കാർ വന്നിരുന്ന് ഈ പെൺകുട്ടിയെ കുറിച്ചുള്ള ചർച്ചയാണ്. അവൾക്ക് വയറ്റിലുണ്ടായത് എങ്ങനെയാണെന്നും ആരാണ് അതിന് ഉത്തരവാദിയും എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ ചർച്ച നടക്കുകയാണ്. ബന്ധത്തിൽപ്പെട്ട കുട്ടിയായതുകൊണ്ട് തന്നെ അവളെങ്ങാനും മരിച്ചു കഴിഞ്ഞാൽ തനിക്ക് പൊല വരുമോ എന്ന് മറ്റൊരാൾ ചോദിക്കുന്നു. കാരണം അയാളുടെ മകളുടെ കല്യാണം ഗുരുവായൂർ വെച്ച് നടക്കാനിരിക്കുകയാണ്. പൊല വന്നു കഴിഞ്ഞാൽ പോകാൻ പറ്റില്ലല്ലോ. എന്നാൽ മണ്ഡപത്തിൽ വെച്ചല്ലേ കല്യാണം, അത് സാരമില്ല എന്ന് മറ്റു ചിലർ പറയുന്നു. അപ്പോഴാണ് അയാൾക്ക് സമാധാനമാകുന്നത്. എല്ലാവരും ഇങ്ങനെ ചർച്ച നടത്തുന്നതല്ലാതെ ആരും ആ കുട്ടിയെ പോയി നോക്കുകയോ അതിനെ ഒന്ന് സഹായിക്കാനോ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന ഗോപൻ തന്റെ പഴയ ഓർമ്മയിലേക്ക് പോവുകയാണ്. അവൻ നാരായണിയെ സ്നേഹിച്ചിരുന്ന കാലഘട്ടം. നാരായണിയെ തനിക്ക് ഇഷ്ടമാണെന്ന് അവന്റെ അമ്മയ്ക്കും അറിയായിരുന്നു. അമ്മയ്ക്ക് അതിൽ വലിയ എതിർപ്പൊന്നുമില്ലായിരുന്നു. എന്നാൽ ബന്ധുക്കാരെല്ലാം ചേർന്നിട്ടാണ് ആ വിവാഹം മുടക്കിയത്. പിന്നീട് കുറെ കാലങ്ങൾക്ക് ശേഷം നാരായണി തന്നെ കാണാൻ വന്നിരുന്ന സമയത്തും ഗോപൻ അവളെ കാണാൻ കൂട്ടാക്കിയിരുന്നില്ല. അങ്ങനെ എല്ലാവരും പോയി കഴിയുമ്പോൾ ഗോപൻ ഊണ് കഴിക്കുന്നുണ്ട്. രേണു എവിടെയെന്ന് ചോദിക്കുമ്പോൾ കുറുമ്പയുടെ കൂടെ അവിടെ എവിടെ ഉണ്ടെന്നാണ് അവന്റെ അമ്മ പറയുന്നത്. ഊണെല്ലാം കഴിഞ്ഞ ശേഷം ഗോപൻ അമ്മയോട് സംസാരിക്കുന്നു ഈ തറവാട് വെക്കുന്നതിന് പറ്റി. എന്നാൽ അവർക്കത് കേട്ടിട്ട് തീരെ താല്പര്യമില്ലാത്ത മട്ടിലാണ് സംസാരിക്കുന്നത്. ഗോപൻ പുറത്തേക്കിറങ്ങുമ്പോഴാകട്ടെ രേണുവും കുറുമ്പയും എവിടെ നിന്നോ വരുന്നതാണ് കാണുന്നത്. രേണുവിന്റെ പാവാടയെല്ലാം നനഞ്ഞിട്ടുണ്ടായിരുന്നു. നീ എവിടെ പോയതാണെന്ന് അവൻ ചോദിക്കുന്നു. എന്നാൽ അവൾ ഒന്നും മിണ്ടാതെ തന്നെ അകത്തേക്ക് കയറി പോവുകയാണ്. ആഹാരം കഴിക്കാൻ വിളിച്ചിട്ട് പോലും രേണു കഴിക്കുന്നുണ്ടായിരുന്നില്ല. തനിക്ക് വിശപ്പില്ല എന്നാണ് അവൾ പറയുന്നത്. ഗോപൻ രേണുവിനോട് പറയുന്നുണ്ട് പെട്ടെന്ന് റെഡി ആയിക്കോ, നമുക്ക് തിരിച്ചു പോകാമെന്ന്. അങ്ങനെ അവർ റെഡിയായി പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. വീണ്ടും തന്റെ അമ്മയോട് ഈ തറവാട് വിൽക്കുന്നതിനെ പറ്റി ഗോപൻ സംസാരിക്കുന്നു. എന്നാൽ തലമുറകളായിട്ട് താമസിച്ചു വന്ന തറവാട് വിൽക്കാൻ തനിക്ക് താല്പര്യമില്ല എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു അവരുടെ സംസാരം. ഇവിടെ എന്തെങ്കിലും വന്നു പോയാൽ അടുത്തൊരു ഹോസ്പിറ്റലിൽ പോലുമില്ല. അതുകൊണ്ട് അമ്മ നന്നായിട്ട് ആലോചിക്കാൻ പറഞ്ഞിട്ടാണ് ഗോപൻ ഇറങ്ങാൻ തുടങ്ങുന്നത്. അപ്പോഴേക്കും ആ ആൾക്കാർ വന്നിട്ട് പറയുന്നുണ്ട് ആ പെൺകുട്ടി മരിച്ചുപോയി എന്ന്. അത് കേട്ടതും എല്ലാവരും അവിടെ എവിടെ ഇരുന്ന് കരയാൻ തുടങ്ങി. മരിക്കാൻ കിടന്ന സമയത്ത് ആരും ഒട്ട് തിരിഞ്ഞു നോക്കാതെ ഇപ്പൊ എല്ലാവരും ഇരുന്ന് കരയുന്നു. അങ്ങനെ ഗോപൻ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുന്ന സമയത്ത് അവന്റെ മാമൻ വന്ന് പറയുന്നുണ്ട് അടക്കവും ചടങ്ങുകളുമായിട്ട് കുറച്ച് ക്യാഷ് വേണം. തറവാട്ടിലുള്ള എല്ലാവരും ചേർന്നിട്ടാണ് ക്യാഷ് പിരിക്കുന്നത്. അവനും തന്റെ കയ്യിൽ നിന്ന് ക്യാഷ് എടുത്ത് കൊടുക്കാൻ നേരത്തെ അയാൾ പറയുന്നുണ്ട് ഇപ്പൊ തരണ്ട, അടുത്ത ആഴ്ച നീ വരുമ്പോ തന്നാ മതിയെന്ന്. അപ്പോഴേക്ക് കണക്കും കാര്യങ്ങളും കാണിക്കാമെന്ന്. അത് സമ്മതിച്ചിട്ട് ഗോപൻ വീണ്ടും നടക്കാൻ ആരംഭിച്ചു. പോകുന്ന വഴി അയാൾ പറയുന്നുണ്ടായിരുന്നു അടക്കത്തിനും കാര്യത്തിനും എല്ലാവരും നടക്കുന്നു. ചാകാൻ കിടന്ന സമയത്ത് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാൻ ആരും ഉണ്ടായില്ല എന്ന്. പിറകെ വന്ന രേണു ഇത് കേട്ട് പറയുന്നുണ്ട് എന്നാ പിന്നെ പോയി അച്ഛന് കൊടുത്തൂടായിരുന്നു എന്ന്. അത് കേട്ടപ്പോ അയാൾക്ക് ഉത്തരം മുട്ടി. അയാളും ആ പെൺകുട്ടി അവിടെ കിടക്കുന്നത് കണ്ടതാണ്. എന്നിട്ട് തിരിഞ്ഞു നോക്കാതെ പോയി. ബാക്കിയുള്ളവരെ കുറ്റം പറയുന്ന സമയത്ത് അയാൾക്കെങ്കിലും പോയി അത് ചെയ്യാമായിരുന്നു. ഒന്നും മിണ്ടാതെ നിൽക്കുന്ന അച്ഛനെ നോക്കി രേണു പറയുന്നുണ്ട് താൻ കൊടുത്തു എന്ന്. മരിക്കുന്നതിന് മുൻപ് ആ പെൺകുട്ടിക്ക് താൻ വെള്ളം കൊടുത്തു. അവള് നേരത്തെ കുറുമ്പയും കൂട്ടി പോയത് അതിനായിരുന്നു. അതുകൊണ്ടാണ് അവളുടെ പാവാടയെല്ലാം നനഞ്ഞിരുന്നത്. അത് കേട്ടപ്പോൾ അയാൾക്ക് പിന്നെ ഒന്നും പറയാൻ തോന്നിയില്ല. അവർ രണ്ടുപേരും ബസ്സിൽ കയറി തിരിച്ചവരുടെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. മകളെ ചേർത്ത് പിടിച്ചിരിക്കുകയായിരുന്നു ഗോപൻ. തന്റെ മകൾ തന്നെ പോലെയല്ല എന്ന് അയാൾക്ക് മനസ്സിലായി. അവിടെയാണ് 4ാമത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നത്. ബാക്കി എപ്പിസോഡ്സ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.